ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 4 നാൾക്കുള്ളിൽ ശുക്രനുദിക്കും. ധനനേട്ടങ്ങളുടെ പെരുമഴയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഇനി വളരെയധികം സൗഭാഗ്യമാണ് വന്നു ചേരുക. സെപ്റ്റംബർ 17 കന്നിമാസം 1-ാം തീയതി കഴിഞ്ഞു. കന്നിമാസത്തെ ജ്യോതിഷവശാൽ വെച്ച് നോക്കിയാൽ 9 നാളുകാർക്കാണ് വളരെയധികം സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. ഇവർക്ക് മാത്രമല്ല, ഇവർ ഉള്ള വീടുകളിൽ വരെ വളരെയധികം ഐശ്വര്യവും മഹാഭാഗ്യവും ഇനി വന്നു ചേരുവാൻ പോകുന്നു. ജ്യോതിഷത്തിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് രാശിമാറ്റം എന്നത്. ഏത് രാശിക്കാരുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറ്റിമറിക്കുവാൻ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങൾക്ക് സാധിക്കും. ഓരോ ഗ്രഹവും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അതിൻ്റെ രാശി മാറും. ഇതിൻ്റെ സ്വാധീനം 12 രാശികളിൽപ്പെട്ട നക്ഷത്രക്കാർക്കും വന്നു ചേരുകയും ചെയ്യും. ഈ സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും വലിയ രാശിമാറ്റം ശുക്രന്റെ രാശിമാറ്റമാണ്. സെപ്റ്റംബർ 24, അതായത് ഇന്ന് ശുക്രൻ ചോതി നക്ഷത്രത്തിൽ പ്രവേശിക്കും. ഇത് വലിയ നേട്ടങ്ങളാണ് 9 നക്ഷത്രക്കാർക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. ഒക്ടോബർ 5 വരെ ശുക്രൻ ഈ നക്ഷത്രത്തിൽ തുടരുകയും ചെയ്യുന്നതാണ്. ജ്യോതിഷവശാൽ നോക്കിയാൽ 9 നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല ഫലമാണ് വന്നു ചേരുന്നത്. ഇവർക്ക് മാത്രമല്ല, ഇവർ ഉള്ള വീടുകളിൽ വരെ വളരെയധികം ഐശ്വര്യവും മഹാഭാഗ്യവും വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർ വാഴുന്ന വീടുകളിൽ മഹാഭാഗ്യം നിങ്ങളെ തേടി വരുന്നതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർ ഉള്ള വീടുകളിൽ ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു വാർത്തയെത്തും. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുള്ള വീടുകളിൽ മഹാഭാഗ്യം നിങ്ങളെ തേടി എത്തുകയും ചെയ്യും. ഏത് കാര്യത്തിലും കാര്യവിജയം ഉണ്ടാകും. ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും വളരെയധികം ഉയർച്ച മാത്രമാണ് നിങ്ങൾക്കിനി വന്നു ചേരുക. നിങ്ങളുള്ള വീട്ടിൽ തന്നെ ഐശ്വര്യവും ഫലസമൃദ്ധിയും വന്നെത്തുന്നതാണ്. ആ വീടിന് എല്ലാവിധ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും. ഈ കാലയളവിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ജലസംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ വളരെയധികം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നിങ്ങളുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉന്നത തൊഴിൽ സാധ്യതകൾ, ബിസിനസ് അഭിവൃദ്ധി, സ്വത്ത് സമ്പാദനം എന്നിവയ്ക്കും അനുകൂലമായ ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉയർന്ന സ്ഥാനം, അംഗീകാരം, പ്രശസ്തി, സമൃദ്ധി എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾ ദിനവും ഗണപതി ഭജനം നടത്തുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഇരട്ടിയാകുവാൻ ഉത്തമമാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലമാണ്. നിങ്ങൾ കാരണം മറ്റുള്ള ആളുകൾക്ക് വരെ ഉപകാരമുണ്ടാകുന്ന ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ധനപരമായി നോക്കുമ്പോൾ വളരെയധികം മുന്നേറ്റം ഉണ്ടാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരും. ഏറെ കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹത്താൽ വന്നെത്തിയിരിക്കുന്നത്. അമ്മയോടുള്ള നിങ്ങളുടെ അടുപ്പം വളരെയധികം വർദ്ധിക്കും. മാതാപിതാക്കൾക്ക് പുതിയ വസ്ത്രം, ആഭരണം, ഭൂമി എന്നിവ ലഭിക്കുന്നതാണ്. വലിയ വിജയം, അംഗീകാരം, പ്രശസ്തി എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. തൊഴിൽ, ബിസിനസ് എന്നിവയിൽ പെട്ടെന്നുള്ള വളർച്ചയും ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഉയർന്ന സ്ഥാനക്കയറ്റം, നല്ല വിവാഹയോഗം, ജീവിതത്തിൽ സന്തോഷം വരുവാനുള്ള സാധ്യത വളരെയധികമുണ്ട്. വിദേശ യാത്രയ്ക്ക് നോക്കുന്ന ആളുകൾക്ക് അവസരം വന്നെത്തും. നിങ്ങളുടെ ഇച്ഛാശക്തിയും ധൈര്യവും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ എതിർപ്പുകളെയും
പരാജയപ്പെടുത്തുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് മനസ്സിനിണങ്ങിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പോലും വളരെയധികം പുരോഗതിയും വന്നെത്തുന്നതാണ്. ഈ സമയം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ കഷ്ടകാലങ്ങളും മാറി ജീവിതത്തിൽ ശരിയായ ഒരു തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യവും സാമ്പത്തികവും വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും സമാധാനപരമായ ജീവിതവും ലഭിക്കും. നിങ്ങളുടെ സംസാരത്തിൽ കഴിവ് വർദ്ധിക്കുകയും വേദങ്ങളും ദൈവിക കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്യും. മതകാര്യങ്ങളിൽ ഈ സമയം വളരെയധികം താല്പര്യം വർദ്ധിക്കുകയും ദൈവിക കഴിവുകൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുകയും എല്ലാ മേഖലയും നിങ്ങൾക്ക് മിന്നിത്തിളങ്ങുവാൻ സാധിക്കുകയും ചെയ്യും. ഭാഗ്യം എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും ദാമ്പത്യ ജീവിതം സമാധാനപൂർണമായിരിക്കുകയും ചെയ്യുന്നതാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദുർഗാ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണഫലങ്ങൾ ഇരട്ടിയാകുവാൻ ഉത്തമമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഉയർച്ചയും ഐശ്വര്യവും ശത്രുനാശവും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും. വസ്തുവകകൾ, അതായത് വീട്, വസ്തു, വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കുവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. ഉന്നതിയിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും എത്തുവാൻ സാധിക്കും. അഭീഷ്ട കാര്യസിദ്ധി ഫലമായി പറയാവുന്ന ഒരു സമയം കൂടി. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ധനം സമാഹരിക്കുവാൻ സാധിക്കും. നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ നിങ്ങൾ ആശിച്ച തൊഴിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദേശവുമായി ബന്ധപ്പെട്ട വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് നല്ല ലാഭം നേടുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അഷ്ടമത്തിൽ ശനി ഉള്ളതുകൊണ്ട് തന്നെ 2025 മാർച്ച് വരെ വാഹനം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്പം ജാഗ്രത പുലർത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ കാലഘട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹകാലമാണ്. സർവഭാഗ്യത്തോടും കൂടി ദാമ്പത്യ ജീവിതം ലഭിക്കും. സന്താന യോഗം തെളിഞ്ഞു നിൽക്കുന്നതിനാൽ അവിഹിത ബന്ധങ്ങളുള്ള ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പുതിയ വീട്, വാഹനം, അലങ്കാര വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള ഭാഗ്യം വന്നെത്തും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സർക്കാർ സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അധികാര പ്രാപ്തിയുള്ള സ്ഥാനങ്ങൾ ലഭിക്കും. ജോലിയിൽ പുരോഗതിയും ഉയർച്ചയും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ വിവാഹം, ജനനം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. ആയില്യം നക്ഷത്രക്കാർ നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത്. നാഗരാജാവ്, നാഗയക്ഷി എന്നീ ദേവതകളെ വേണം നിങ്ങൾ നിത്യവും സ്മരിക്കുവാൻ. നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും നീക്കം ചെയ്യുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതകർ താമസിക്കുന്ന വീട്ടിൽ ചില സന്തോഷ വാർത്തകൾ ലഭിക്കും. കുടുംബാംഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കുട്ടികളിൽ നിന്നുവരെ വളരെയധികം സന്തോഷം നൽകുന്ന പല വാർത്തകളും വന്നു ചേരും. ധനപരമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭാഗ്യമായി സിദ്ധിക്കും. ബന്ധുജനങ്ങളുമായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇടപഴകി പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യവും വന്നുചേരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശസ്തി, അവാർഡ്, സമ്മാനം എന്നിവ ലഭിക്കുവാൻ ഇടയുണ്ട്. ഈ കാലയളവിൽ നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും സിദ്ധിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുന്ന സമയമാണ്. ദാനധർമ്മങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും. വിവാഹം, സന്താനലബ്ധി എന്നിവ ലഭിക്കുവാൻ ഇടയുണ്ട്. സർക്കാരിൽ നിന്നുമുള്ള ഉന്നത അംഗീകാരം, സമ്മാനം എന്നിവ നിങ്ങൾക്ക് വന്നെത്തും. അപ്രതീക്ഷിതമായി ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. തൊഴിൽ സംബന്ധമായി പരീക്ഷയിലും മറ്റും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. സർക്കാർ ജോലിക്കാരായ ആളുകൾക്ക് സ്ഥാനക്കയറ്റം, മറ്റ് ആനുകൂല്യങ്ങളൊക്കെയും വന്നെത്തും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനപ്രീതിയും കീർത്തിയും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുള്ള ഒരു സമയമായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും.
നിങ്ങളുടെ സന്താനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കുവാനും സാധിക്കും. ധനം സമ്പാദിക്കുവാനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. എല്ലാ രീതിയിലും തൊഴിലിൽ പുരോഗതിയും വിജയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുകയും ദുർഗാദേവിയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഗുണഫലങ്ങൾ ഇരട്ടിയാകുവാൻ ഈശ്വരാനുഗ്രഹത്താൽ ഉത്തമമാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്ര ജാതകർ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കടന്നുവരും. ഇവർക്ക് അംഗീകാരം വന്നെത്തും. സമൂഹത്തിൽ നിങ്ങൾക്ക് വളരെയധികം ബഹുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ വരെ വളരെയധികം സന്തോഷവും സമൃദ്ധിയും വന്നെത്തുന്നതാണ്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കും. മാതാപിതാക്കൾക്ക് പല വിധത്തിലുള്ള ധനസമ്പാദനം ഉണ്ടാകുന്നതാണ്. കടൽ മാർഗമോ കൃഷിഭൂമിയിൽ നിന്നോ വൻ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പിതാവിനോ പിതൃബന്ധുക്കൾക്കോ പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഉന്നത സ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ജോലിയിൽ ഉയർച്ച, ധനലാഭം, വാഹനഭാഗ്യം, സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കും. ബിസിനസ്സുകാരായ ആളുകൾക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാം. ഈ കാലത്ത് വിദേശ യാത്ര നിങ്ങൾക്ക് സാധ്യമാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ തിളക്കം നൽകുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ സ്ഥാനത്ത് സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. എന്നാൽ നിർബന്ധ ബുദ്ധിയും പിടിവാശിയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പുതിയ വാഹനം, വീട്, ആഭരണങ്ങൾ എന്നിവ ലഭിക്കുവാൻ ഇടയുണ്ട്. ചിലർക്ക് ലോട്ടറി ഭാഗ്യം വരെ വന്നെത്തും. ജീവിത പങ്കാളിയോടൊപ്പം വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്ന ഒരു സമയം കൂടിയാണ്. മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ഗുണഫലങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ ഇരട്ടി ആകുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ഇവർ ഏത് രംഗത്താണെങ്കിലും ഏറ്റവും ഐശ്വര്യമുള്ള ദിവസങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുന്ന ഒരു വഴിത്തിരിവുണ്ടാകുന്ന ഒരു ദിവസങ്ങളാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇനി തേടിയെത്തുവാൻ പോകുന്നത്. തൊഴിൽ രംഗത്ത് നേട്ടം, കാര്യവിജയം, ധന നേട്ടം, ബന്ധുജന ഗുണം, സഹോദര ഗുണം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം എന്നീ മേഖലകളിൽ വളരെയധികം സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരും. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പുരോഗതിയും തുറന്നു തരുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് അനുകൂലമായ തൊഴിലവസരങ്ങൾ സിദ്ധിക്കും. നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പോലുള്ള ഉയർച്ച വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും. പരീക്ഷകളിൽ വിജയിക്കുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും. പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷകരമായ വാർത്തകൾ വന്നെത്തുന്നതാണ്. നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ദൃഢമാകുകയും വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി വിവാഹം നടക്കുവാനുള്ള സാഹചര്യം വന്നെത്തുകയും ചെയ്യുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി മാറുകയും ചെയ്യും. ചിലർക്ക് തൽപുത്ര ലാഭം, ഭൂമി ലാഭം, ധനലാഭം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും തൊഴിലിൽ ഉയർച്ച ലഭിക്കുവാനും ഇടയുണ്ട്. വിദേശ യാത്ര നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. പൊതുവെ ആരോഗ്യപരമായും മാനസികപരമായും സാമ്പത്തികമായും വളരെയധികം പുരോഗതി ദൃശ്യമാകുന്ന ഒരു സമയമാണ്. നവീന ഗൃഹയോഗം, പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാഹന ഭാഗ്യം എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കും. സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയെയോ പ്രീതിപ്പെടുത്തുകയും
ഹനുമാൻ ചാലിസ വായിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങളിൽ നിന്നും രക്ഷ നൽകുകയും ചെയ്യുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രാജയോഗം എന്നു കരുതാവുന്ന സൗഭാഗ്യമാണ് വന്നെത്തിയിരിക്കുന്നത്. പുതിയ സംരംഭങ്ങൾക്ക് സമയമുണ്ട്. ദൂരയാത്രകൾ ചെയ്യുവാൻ ഇടവരും. യാത്രകളെല്ലാം പ്രതീക്ഷിച്ച ഫലം നൽകുകയും ചെയ്യുന്നതാണ്. അതായത് തൊട്ടതെല്ലാം നിങ്ങൾക്ക് പൊന്നാക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. സന്തോഷകരമായ ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തിയിരിക്കുന്നത്. ജോലി സ്ഥലത്ത് നേട്ടങ്ങൾ ആണ് ഇനി നിങ്ങൾക്കെത്തുക. ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുകയും എല്ലാ രീതിയിലും ആഗ്രഹ സാഫല്യം ഉണ്ടാകുകയും ചെയ്യും. പഠിച്ചിറങ്ങിയ ആളുകൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുവാനും വീട് പണിയുവാനും നിങ്ങൾക്ക് ഈ സമയം അനുയോജ്യമാണ്. കലാരംഗങ്ങളിലും കായിക രംഗങ്ങളിലും നിങ്ങൾക്ക് താല്പര്യം വളരെയധികം വർദ്ധിക്കും. സുഹൃത്തുക്കളുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെയധികം ശക്തമാകും. നിങ്ങളുടെ മുന്നിൽ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് പരിഹാരം കാണുവാനും രാഷ്ട്രീയ മേഖലകളിൽ താല്പര്യമുള്ള ആളുകൾക്ക് അനുകൂലമായ ഫലങ്ങൾ അനുഭവപ്പെടുവാനും ഇടയുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് പുതിയ വീട്, വാഹന സൗകര്യം, ഉത്തമ ജീവിത പങ്കാളി, വിദേശ യാത്ര, സന്താന ഭാഗ്യം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യത അനുഭവത്തിൽ വരുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടത് വളരെയധികം നിർണായകമാണ്. കാരണം പൊട്ടിത്തെറികൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇടവരുത്തും. നിങ്ങളുടെ രാശാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് എല്ലാ രീതിയിലും സമൃദ്ധി നേടുവാൻ സാധിക്കും. ധനപരമായി നല്ല നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോടീശ്വര യോഗം വരെ നേടുവാൻ സാധിക്കുന്ന ഒരു സമയം. വിദേശവാസയോഗം കാണുന്നു. ഇതിന് അനുകൂലമായ സമയമാണ്. ഇഷ്ട തൊഴിൽ, സന്താന ലാഭം, സന്താന സൗഖ്യം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഫലമായി വന്നു ചേരും. തൊഴിൽ രംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി സഹോദരങ്ങൾ മുഖേന സന്തോഷത്തിന് ഇടവരുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും വിവാഹത്തിലും സന്തോഷകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. ദൈവാനുഗ്രഹം വർദ്ധിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. സാമ്പത്തികവും തൊഴിൽപരവുമായ പുതിയ പുതിയ അവസരങ്ങൾ വന്നുചേരും. മേലധികാരിയിൽ നിന്ന് പ്രീതിയും പ്രോത്സാഹനവും നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. നിശ്ചയദാർഢ്യത്തോടെയും കഠിനാധ്വാനത്തോടെയും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയം കൊയ്യുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ സമയം ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് ധനം സമ്പാദിക്കുവാൻ സാധിക്കും. ചിലർക്ക് സാഹിത്യകാരന്മാരായി പേരും പ്രശസ്തിയും നേടുവാൻ സാധിക്കും. ഈ സമയത്ത് ഉത്തമ വിവാഹം നടക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. സന്തുഷ്ടവും സമൃദ്ധവുമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. സന്താന ഭാഗ്യം സിദ്ധിക്കും. കുടുംബത്തിൽ അഭിവൃദ്ധിയും മംഗളകാര്യങ്ങളും വന്നെത്തുന്നതാണ്. വ്യാഴാഴ്ചയും പൗർണമിയും പൂയവും ചേർന്ന ദിവസം ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ കാലത്ത് നിങ്ങൾക്ക് രാജയോഗം ഉണ്ടാകുവാൻ ഇടയുള്ള ഒരു സമയമാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറുന്ന ഒരു സമയമാണ്. ഏറെ കാലമായി പ്രയത്നിച്ച് ഫലം കാണാത്ത എല്ലാവിധ കാര്യങ്ങളും ഫലമായി വന്നു ചേരും. എല്ലാം കൊണ്ടും വളരെയധികം നല്ല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ദൃഢമാകും. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി ഉറപ്പാണ്. സാമ്പത്തികമായി വളരെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. സ്വപ്ന തുല്യമായ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഉച്ചത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭദ്രകാളിയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എല്ലാ രീതിയിലും ഭാഗ്യം വരുന്ന ഒരു സമയമായതിനാൽ ഈ കാലയളവിൽ സകല സൗഭാഗ്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. കുട്ടികളായ ആളുകൾക്ക് നിങ്ങൾക്ക് പഠനത്തിൽ ചെറിയ ശ്രമം കൊണ്ട് തന്നെ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അറിയുന്ന ഒരു നല്ല കുട്ടിയെന്ന ഖ്യാതി നേടുവാൻ സാധിക്കും. പഠനത്തിനായോ ഉദ്യോഗത്തിനായോ വീട്ടിൽ നിന്നും മാറി ദൂരത്തേക്ക് യാത്ര ചെയ്യുവാൻ ഇടവരും. മികച്ച വിദ്യാഭ്യാസം നേടി ഉന്നത തൊഴിൽ നേടുവാൻ യോഗമുണ്ട്.
എന്നിരുന്നാലും കഴിയുമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ചില ആളുകൾക്ക് ഈ കാലയളവിൽ പ്രേമവിവാഹം നടക്കുവാൻ യോഗമുണ്ട്. വിവാഹ യോഗം, വാഹന ഭാഗ്യം, സന്താന ഭാഗ്യം എന്നിവയെല്ലാം ഫലമായി വരുന്നു. ഗൃഹം വാങ്ങുവാനോ പുതുക്കി പണിയുവാനോ പറ്റിയ ഒരു സമയം കൂടിയാണ്. ഭരണി നക്ഷത്രക്കാരായ മക്കൾ ഉള്ള മാതാപിതാക്കൾക്ക് അവരിൽ നിന്നും വിചാരിക്കാത്ത വളരെയധികം ഗുണഫലങ്ങൾ വന്നുചേരും. കുടുംബ ബന്ധങ്ങൾ വളരെയധികം പുഷ്ടിപ്പെടുന്ന ഒരു കാലമാണ് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഭരണി നക്ഷത്രക്കാരായ ആളുകൾ ലക്ഷ്മി പ്രീതിക്കായി വെള്ളിയാഴ്ച വ്രതം നോക്കുക. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരട്ടെ.